9 ഭീകര കേന്ദ്രങ്ങളെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നത്. പാകിസ്ഥാനെതിരെയല്ല, പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയല്ല, അത് ഭീകരവാദത്തിനെതിരെ മാത്രമാണ്. അത് നോൺ എസ്കലേറ്റിംഗ് എന്നാണ് ആ ടേം ഉപയോഗിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇത് അവിടുത്തെ സിവിലിയൻസിനെയോ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ അവിടുത്തെ ആരാധനാലയങ്ങളെയോ സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നുമല്ല ലക്ഷ്യമിട്ടത്. കൃത്യമായി ലക്ഷ്യമിട്ടത് എവിടെയൊക്കെ നിങ്ങൾ ഭീകരരെ വളർത്തുന്നുണ്ടോ അവിടെയൊക്കെ ആക്രമിക്കുക, അത് ഭീകരവാദത്തെ ഇല്ലാതാക്കുക. ഞങ്ങളുടെ 26 ജീവനുകൾ നിഷ്കളങ്കരായ നിരപരാധികളായ നിസ്സഹായരായ 26 ജീവനുകൾക്ക് മറുപടി പറയിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ആ മറുപടി പറയിപ്പിക്കാൻ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കണമെങ്കിൽ അത് ഈ ഭീകരവാദ കേന്ദ്രങ്ങളുടെ ഒക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. ഈ മെയിൻ ടാർഗറ്റ്സ് അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹാവൽപൂരിൽ തകർത്തിട്ടുള്ളത്. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ കേന്ദ്രം അവിടെയാണ്. അതാണ് ആസ്ഥാനം. ആ ആസ്ഥാനത്തേക്കാണ് 100 കിലോമീറ്റർ അപ്പുറത്ത്, അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരമുണ്ട് ബഹാവൽപൂരിലേക്ക്. അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. മസൂദ് അസറിന്റെ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു തുടക്കത്തിൽ തന്നെ. കാരണം കൃത്യമായി അറിയാം ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിയാമായിരുന്നു. ആ സുരക്ഷയ്ക്കൊന്നും ആരെയും സംരക്ഷിക്കാനാവില്ല, ഭീകരവാദ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനാവില്ല. ഇന്ന് 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ആ 9 കേന്ദ്രങ്ങൾക്കും കൃത്യമായ ഭീകരവാദ ബന്ധങ്ങളുണ്ട്, ഭീകരവാദികളുടെ കേന്ദ്രമായിട്ടുള്ള സ്ഥലങ്ങൾ. അതിൽ 5 എണ്ണം പാക് അധീന കശ്മീരിലാണ്, 4 എണ്ണം പാകിസ്ഥാനിലാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കാതെ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് തന്നെ, ഇന്ത്യക്കകത്ത് നിന്നാൽ മതി. അതെ, നമുക്കതിന് പറ്റും, അതിനുള്ള ശേഷിയുണ്ട് എന്ന് കൃത്യമായി ബോധിപ്പിക്കുന്നു. ഏപ്രിൽ 22 എന്നുള്ള തീയതി, അത് ആ 2 അക്കങ്ങൾ ഒരു തീരാമുറിവായി ഓരോ ഇന്ത്യക്കാരന്റെയും നെഞ്ചിലുണ്ടായിരുന്നു. ആ നെഞ്ചിലേറ്റ മുറിവിനുള്ള മരുന്നാണ് ഈ ദിവസത്തിൽ മെയ് 7 പുലർച്ചെ 1:44 മെയ് 22 ഏപ്രിൽ 22 ഇരട്ടിയായിട്ടുള്ള മറുപടി. അത് മെയ് 7 1:44 ഇന്ത്യ നൽകി 9 കേന്ദ്രങ്ങളിൽ 9 ഭീകര കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയത്. അതിൽ 55 പേർക്ക് പരിക്കേറ്റു, 17 ഭീകരർ. അതെ, ശ്രദ്ധിക്കേണ്ടത് അതാണ്. 26 നിഷ്കളങ്കരല്ല, നിരപരാധികളല്ല, 17 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന ആദ്യത്തെ വിവരങ്ങളാണിത്. ഒരു പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇനിയൊരു 1.5 മണിക്കൂറിനകം നമുക്ക് ലഭിക്കും. ആ ഔദ്യോഗിക വിശദീകരണത്തിലായിരിക്കും ഒരുപക്ഷെ കാഷ്വാലിറ്റീസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ. പാകിസ്ഥാൻ പലതും പറയുന്നുണ്ട്. പാക് മാധ്യമങ്ങളിൽ നിറയുന്നത് രാവിലെ ഏറ്റവും ആദ്യം ഈ വാർത്ത കണ്ട് എണീക്കുമ്പോൾ ഏറ്റവും ആദ്യം പാകിസ്ഥാനിലെ പത്രങ്ങളിൽ വന്ന വാർത്ത 8 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നതാണ്. അപ്പോ പാകിസ്ഥാൻ പലതും പറയുന്നുണ്ട്. ഇന്ത്യയിൽ റാഫേൽ വിമാനങ്ങളൊക്കെ വെടിവെച്ച് തുരുതുര വെടിവെച്ചിട്ടു, എന്നിട്ട് വീഡിയോ ഗെയിം ഒക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെയുണ്ട്. അങ്ങനെ പലതരം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ഇന്ത്യക്കാർ അറിയേണ്ടത് സാധാരണ പൗരന്മാരെ അല്ല, മനുഷ്യന്റെ ജീവൻ എടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഭീകരവാദികളെ, മനുഷ്യനെ ശത്രുവായി കാണുന്ന, സഹജീവികളെ ശത്രുവായി കാണുന്ന ഭീകരവാദികളെ മാത്രം ഇല്ലാതാക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കൃത്യമായി ഇന്ത്യൻ സൈന്യം എന്താണോ ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ത്യയുടെ ജനങ്ങളും ആഗ്രഹിച്ചത്, അത് ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയിരിക്കുന്നു സംയുക്ത സൈനിക നീക്കത്തിലൂടെ. അതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയും കരസേനയുമാണ്. ആ സംയുക്ത നീക്കത്തിലൂടെ കൃത്യമായി ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ, ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചപ്പുറത്തേക്ക് പോകാതെ മിസൈൽ ആക്രമണം അല്ല നടത്തിയിരിക്കുന്നത്, മറിച്ച് കൃത്യമായ പ്രിസിഷൻ അറ്റാക്ക്, അതായത് ലക്ഷ്യസ്ഥാനത്തെ കേന്ദ്രീകരിച്ച് എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടെ മാത്രം, അതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല, അവിടെ മാത്രം എത്തുന്ന ആക്രമണം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ, നമ്മുടെ കശ്മീർ എന്ന് പറയുന്ന മേഖല സുന്ദരമായ മനോഹരമായ ഏതൊരു ദിവസത്തെയും പോലെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഏപ്രിൽ 22. അന്ന് അവിടെ പഹൽഗാമിലെത്തിയ സാധാരണ മനുഷ്യന്മാരെ തോക്കിൻ മുനയിൽ നിസ്സഹായരായി നിർത്തി വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. ആ ഉത്തരവാദിത്വം ഇന്ന് ഇന്ത്യ നിർവഹിച്ചിരിക്കുകയാണ്. 1-2 കേന്ദ്രങ്ങളില്ല, അത് മുസാഫർബാദിൽ, ബഹവൽപൂരിൽ, കോട്ലിയിൽ, മുരട്കിൽ, അങ്ങനെ 9 ഇടങ്ങളിലായിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്.
തീർത്തും അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ മോക്ക് ഡ്രിൽ നിന്ന് കാത്തിരുന്നവരാണ് പാകിസ്ഥാൻകാർ. പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇന്ത്യ ഇന്ന് എങ്ങനെ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് നോക്കി ഇരുന്നവർ അപ്രതീക്ഷിതമായി ആ ഭീകര കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയത്. രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ന് വ്യോമസേനയുടെ അഭ്യാസം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. റഫേൽ വിമാനങ്ങളും സുഖോയ് വിമാനങ്ങളും ഉൾപ്പെടെയുള്ള മുൻനിര ഫൈറ്റർ ജെറ്റുകളെ അണിനിരത്തി അഭ്യാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ പക്ഷേ അതിനേക്കാളും മുമ്പ് പുലർച്ചെ 1:30 നിലച്ചിരിക്കാത്ത സമയത്ത് അടിച്ചു. തിരികെ എത്തിയെന്നല്ല, പാക് മണ്ണിലേക്ക് കടന്നിട്ടില്ല, ഇവിടെ നിന്ന് അടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആ 26 ജീവൻ, 25 ഇന്ത്യക്കാരും ഒരു നേപ്പാൾ സ്വദേശിയും, അങ്ങനെ 26 പേരുടെ ജീവനെടുത്ത ആ തീവ്രവാദി ആക്രമണത്തിന്, ആ ഭീകര ആക്രമണത്തിന് ചുട്ട മറുപടി, ഉചിതമായ മറുപടി, തട്ട് താണു തന്നെ ഇരിക്കും ഈ ഭീകരാക്രമണത്തിന്റെ തട്ടും ഇന്നത്തെ നമ്മുടെ മറുപടി നോക്കുമ്പോൾ ഉറപ്പായും. എന്താണെങ്കിലും അത് ഒരു തുലനം ചെയ്യാനുള്ള സാഹചര്യമല്ല എങ്കിൽ പോലും എന്താണെങ്കിലും ലോകം ഉറ്റുനോക്കിയതാണ് ഇന്ത്യയുടെ മറുപടി എന്താണ്, ഇന്ത്യ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ളത്. അത് 15-ാം ദിവസത്തിൽ ആ ഉചിതമായിട്ടുള്ള മറുപടി നൽകി. ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ശ്രീജ. തീർച്ചയായും നമുക്ക് ഈ ആക്രമണത്തിൽ ഏപ്രിൽ 22 മുതൽ അണയാത്ത തീയുമായി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവർ ഒരു സന്തോഷ യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ ഏറ്റവും ജീവിതകാലം മുഴുവൻ ദുഃഖം ഏറ്റുവാങ്ങി വന്ന ആ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നടക്കം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോയി വരാം. ऑपरेशन का नाम सिंदूर रखा गया होगा कि जो हमारी सरकार है, जो हर स्त्री को बहन बोलता है, तो उनके पतियों को छीना गया था, तो उनका सिंदूर छीना गया था. शायद इसी की वजह से उन्होंने वो नाम रखा होगा. ये नाम पढ़ के तो हम बहुत रो रहे थे सुबह. कारण त्यांच्या सगळ्या लेकींचं सिंदूर त्या दहशतवाद्यांनी मिटवून टाकलेलं आणि आज त्यांनी तेच नाव दिलं. मला ते नाव वाचल्यानंतर अतिशय डोळ्यात पाणी आलं की त्यांना जाणीव आहे आमची. हमारे बच्चे के साथ जो बाकी के जितने भी लोग शहीद हुए, तभी मैंने कहा था कि नहीं, एक अब क्रांति आएगी हमारे देश में. और मुझे विश्वास था कि हमारे माननीय प्रधानमंत्री मोदी जी हमारी भावनाओं का, हमारे जो हम लोग एक दुख के दौर से गुजर रहे हैं, उन भावनाओं का आदर करेंगे. धन्यवाद अर्पित करता हूं हमने देश के माननीय प्रधानमंत्री जी को, जिन्होंने देश की 140 करोड़ जनता के मन की बात को समझा, दिल के दर्द को समझा, उसके दर्द को समझा, उसके गुस्सा को समझा. और जिस तरह हमारी सशक्त सेनाओं ने अदम्य साहस और शौर्य के साथ पाकिस्तान में पल रहे आतंकवाद का विनाश करने का काम किया है, उसके लिए मैं सलाम करता हूं. मैं धन्यवाद अर्पित करता हूं हमारे देश की सरकार को. धन्यवाद कहूंगी. मैं बहुत छोटी हूँ, उन्हें कुछ भी कहने या नहीं कहने वाली, लेकिन हाँ, जिस तरीके से हमारे पूरे परिवार को उन पे विश्वास था, उन्होंने उसी तरीके से जवाब देके हमारे विश्वास को कायम रखा है. एंड आई एम रियली थैंकफुल. तो मैं आदिल हुसैन का बाप हूँ, लेकिन आज मैं खुश हूँ कि जो फौज ने और नरेंद्र मोदी जी ने जो आज उन 26 लोगों का बदला लिया है, तो इसमें बहुत आज मैं खुश हूँ. और उन लोगों को भी शांति मिली होगी जिनका बदला इस गवर्नमेंट ने और फौज ने लिया है. जी, इसमें मेरा भाई भी था, मेरा भाई शहीद आदिल हुसैन शाह, उनकी भी शहादत, वो भी शहीद हुए थे. तो और उसके साथ जो बाकी 25 मासूम थे, उनको भी आज शांति मिलेगी. हम बहुत खुश हैं आज. आदिल हुसैन